അസ്സലാമലൈക്കും, നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു സാരി ബ്ലൗസ്, ലൈനിങ്ങിൻ്റെ സാരി ബ്ലൗസിൻ്റെ കട്ടിങ്ങിൻ്റെ വീഡിയോ ആണ്. അപ്പം വീഡിയോയിലോട്ട് കിടക്കാം. ഇതാണ് സാരി ബ്ലൗസ്, ഇത് ലൈനിങ്ങിൻ്റെ തുണിയാണ് ഇത്. അപ്പം ആദ്യം നമുക്ക് വേണ്ടുന്നത് ലൈനിങ്ങിൻ്റെ ബ്ലൗസിൻ്റെ പീസ് വെട്ടുകയാണ്. അപ്പോൾ അതാണ്ട് അളവ് ബ്ലൗസ് ഉണ്ടെങ്കിൽ നമുക്ക് ഇതേമാതിരി നല്ല പോലെ അറിയാത്തവർക്കും നമുക്ക് ബ്ലൗസ് വെട്ടാൻ പഠിക്കാം. അപ്പം ആദ്യം നമ്മൾ കൈയാണ്, സ്ലീവാണ് വെട്ടുന്നത്. അപ്പോൾ തുണിയെ രണ്ടായിട്ട് മടക്കി, ലൈനിങ്ങിൻ്റെ തുണിയെ രണ്ടായിട്ട് മടക്കിയതിന് ശേഷം ഈ വക്ക് ഭാഗം തമ്മിൽ മടക്കുക. മടക്കിയതിന് ശേഷം ഒന്നും കൂടെ മടക്കണം. ഒന്നും കൂടെ മടക്കുമ്പോൾ രണ്ട് കൈ ഒന്നിച്ച് കിട്ടും. ഇതേമാതിരി തണ്ട മടക്ക് ഭാഗം ആ വക്ക് ഭാഗത്തോട്ട് അല്ലെങ്കിൽ വിളുമ്പ് ഭാഗത്തോട്ട് വെക്കുമ്പം രണ്ട് കൈയും ഒന്നിച്ച് കിട്ടും. 4 പീസുണ്ട് ഇതിപ്പം. 2 കൈക്കാണ് ഇത് മടക്കി വെച്ചേക്കുന്നത് ഒന്നിച്ച്. ഇനി അളവ് ബ്ലൗസ് എടുത്ത് വെച്ചതിന് ശേഷം അളവ് ബ്ലൗസിൻ്റെ കൈയുടെ ഇറക്കവും പിടിക്കണം, വണ്ണവും പിടിക്കണം. ഇതേമാതിരി അളവ് ബ്ലൗസ് അങ്ങോട്ട് എടുത്ത് വെക്കുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബും ചെയ്യണേ. അതാണ്ട ഇതേമാതിരി ഇറക്കം പിടിക്കുക. കറക്റ്റ് വെച്ചതിന് ശേഷം തയ്യൽ തുമ്പ് ഇട്ട് കൊടുക്കുക. കൈയുടെ വണ്ണം, അടിഭാഗത്തെ വണ്ണം ഇറക്കം 1/2 ഇഞ്ച് മുകളിലോട്ടും ഇട്ടിട്ടാണ് ഞാനിതെടുക്കുന്നത്. ഈ വണ്ണം കറക്റ്റായിട്ട് വെച്ചതിന് ശേഷം അധികം ഉണ്ട് എടുക്കാൻ. ഇനി നമുക്ക് അടിഭാഗത്ത് ഒരു 1.5 ഇഞ്ച്, മുകളിൽ 1/2 ഇഞ്ച് എടുത്തിട്ടുണ്ട്. 1/2 ഇഞ്ച് എടുത്ത് ഇനി നമുക്ക് 10 ഇഞ്ച് ഇറക്കമാണ്. അതിൽ നിന്ന് 1.5 ഇഞ്ച് നമുക്ക് കൂട്ടണം. 1.5 ഇഞ്ച് 11.5 ഇഞ്ച് കൂട്ടി 1.5 ഇഞ്ച് കൂട്ടിയതിന് ശേഷം സ്കെയിൽ വെച്ച് വരയ്ക്കാം. അതേ മാതിരി തന്നെ ബാക്കി ഭാഗങ്ങളിലോട്ട് നമുക്ക് ഇത് മൊത്തത്തിൽ 12 എടുത്തിരിക്കുന്നത്. മുകളിലത്തെ അരയും കൂടെ കൂട്ടി ഇനി സ്കെയിൽ വെച്ച് നേരെ അങ്ങ് വരയ്ക്കാം. ഇനി അവിടെ വരയ്ക്കാം. ഇത് മടക്കി തയ്യലിൻ്റെ ഭാഗമാണ് അധികം ഇട്ടേക്കുന്നത്. ഇത് നമുക്ക് നേരെ താഴോട്ട് അങ്ങ് വരയ്ക്കാം. ഇതാണ് കറക്റ്റ് വണ്ണം, ബ്ലൗസിൻ്റെ വണ്ണം തയ്ക്കേണ്ട വരയാണ് ഇത്. ഇനി നമുക്ക് 1.5 ഇഞ്ചോ 1 ഇഞ്ചോ തയ്യൽ തുമ്പ് അധികം ഇട്ട് കൊടുക്കുക. 1.5 ഇഞ്ചാണ് ഞാൻ ഇടുന്നത്. പിന്നെ നമുക്ക് വേണമെങ്കിൽ വെട്ടിക്കളയാം. എടുത്തതിന് ശേഷം അത് ഞാൻ ആദ്യം വരച്ചത് വെറുതെയാണ്. ഇത് വരയ്ക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ തയ്യൽ തുമ്പിലാണ് ഇത് വരയ്ക്കേണ്ടത്. ഇനിയുള്ള വരയ്ക്കാണ് ഇത് വരയ്ക്കേണ്ടത്. ഞാൻ ആദ്യം ഓർക്കാതെ അങ്ങ് വരച്ചതാണ്. ഇനി തിരിച്ചു വെച്ച് അങ്ങോട്ട് വരയ്ക്കാം. അങ്ങോട്ട് മായ്ച്ച് കളയണ്ട. ഇത് വേണ്ടാത്ത വരയാണിത്. ഇതാണ് യഥാർത്ഥ വര. ഇനി മുകളിൽ ഷേപ്പ് ചെയ്ത് കൊടുക്കണം. ഇവിടെ കറക്റ്റ് 3.5 ഇഞ്ച്, സാധാരണ 3.5 ഇഞ്ചാണ് നമുക്ക് എടുക്കേണ്ട. ബ്ലൗസിൻ്റെ അളവിന് 3.5 കിട്ടി. ഇനി മടക്ക് ഭാഗത്ത് നിന്ന് മുകളിൽ 1/2 ഇഞ്ച് 2 ഇഞ്ച് എടുത്തതിന് ശേഷം ഇങ്ങനെ ഒന്ന് ചരിച്ച് വരച്ചു കൊടുക്കുക. കൈ കിട്ടി. ഇതാണ് സ്ലീവ് കിട്ടുക. ഇനി നമുക്ക് എല്ലാം വണ്ണോ ഇറക്കോ എല്ലാം എടുത്ത് അടയാളം ചെയ്ത് ഇനി കട്ട് ചെയ്യാം. വക്ക് ഭാഗമാണ് നമുക്ക് കൈയുടെ വണ്ണത്തിൽ വരേണ്ട. ഇനി ബ്ലൗസിനകത്തും ഫ്രണ്ടിലും ബാക്കിലും എല്ലാം ഇങ്ങനെയാണ് വക്ക് ഭാഗത്തിൽ വണ്ണം വരാൻ വേണ്ടിയാണ് ആദ്യമേ ഇതെടുക്കുന്നത്. ഇതിവിടെ ഇടുക. ആദ്യമേ ഇങ്ങനെ കൈ സ്ലീവ് വെട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഇനി ബാക്ക് ഭാഗം എടുക്കണം. ഇവിടെ ഒന്ന് ചുമ്മാ ഒന്ന് വെട്ടുക. ഇത് മാറ്റി വെച്ചേക്കാം. ഇത് ഇനി ഒരു 1/2 ഇഞ്ച് എടുത്തതിന് ശേഷം ഒന്ന് കുഴിച്ച് വെട്ടുക സ്ലീവിന്. ഇവിടെ ഒന്ന് നോച്ചിട്ട് കൊടുത്താൽ നമുക്ക് തയ്ക്കാൻ നേരത്തെ എളുപ്പം ആ ഫ്രണ്ടും ബാക്കും എടുത്തറിയാം. അതിനാണ് അങ്ങനെ നോച്ചിടുന്നത്. ഇനി നമുക്ക് എടുക്കേണ്ടത് ഇതേമാതിരി തന്നെ ഈ തുണി ഇതേമാതിരി വക്ക് ഭാഗം വണ്ണത്തിലിട്ടതിന് ശേഷം ബ്ലൗസിൻ്റെ ബാക്ക് പാർട്ട് വെട്ടിയെടുക്കുക. ബാക്ക് പീസാണ് ഈ അടയാളം എടുക്കുന്നത്. ഇനി ബ്ലൗസ് എടുത്ത് വെച്ച് ബ്ലൗസിൻ്റെ വണ്ണം നോക്കണം. എത്ര ഇഞ്ച് വണ്ണം ഇറക്കോ ഉണ്ടെന്ന് നോക്കണം. ബ്ലൗസിനെ ബാക്ക് പീസ് എടുത്തതിന് ശേഷം എടുത്ത് ഇതിൻ്റെ വണ്ണം എടുക്കുക. കൈക്കുഴിയുടെ ഭാഗമാണ് ഇതിൻ്റെ വണ്ണം എടുക്കേണ്ടത്. ഇങ്ങനെ എടുത്ത് അങ്ങേ കൈക്കുഴി അപ്പുറത്തെ കൈക്കുഴി വരെ നോക്കണം എത്ര ഇഞ്ചുണ്ട്. വലിച്ചു പിടിച്ച് നോക്കണം. 19 ഇഞ്ചാണ് വണ്ണം കിട്ടിയിരിക്കുന്നത്. ഈ 19 എടുത്തതിൻ്റെ പകുതിയാണ് എടുക്കേണ്ടത്. നമുക്ക് 19ൻ്റെ പകുതി എടുക്കണം. അപ്പം 9.5 ഇഞ്ചാണ് നമുക്ക് പകുതി കിട്ടുന്നത്. ഇങ്ങനെ ടേപ്പിനെ മടക്കി വെച്ചാൽ അതിൻ്റെ പകുതി കിട്ടും. 19 പകുതി 9.5 കിട്ടി. ആ 9.5യാണ് നമ്മൾക്ക് ഇതിന് വേണ്ടുന്നത്, വണ്ണം വേണ്ടത്. 9.5 അധികം 1.5 ഇഞ്ചും കൂടെ ലൂസ് ഇട്ട് കൊടുക്കണം. ഇവിടെ 9.5 എടുക്കുക, ഒരു 1.5 ഇഞ്ച് അധികം ഇട്ട് കൊടുക്കുക. അത് അടയാളം കൊടുത്തിട്ടുണ്ട്, അധികം ഇട്ടിട്ടുണ്ട്. അതിനുശേഷം ഇനി ഇറക്കം എടുക്കാം. ഇറക്കം വലിച്ചു പിടിച്ച് മുകളിൽ നിന്ന് ഷോൾഡറിൻ്റെ ഭാഗത്തുനിന്ന് വലിച്ചു പിടിച്ച് നോക്കണം.
13.25 13.25 ഉണ്ട്, മുകളിലോട്ട് കയറി നിന്നാൽ അതുകൊണ്ട് ഞാൻ 14 എടുക്കുവാണ് ഇതിന്. കണ്ടോ 13.25 ഉണ്ട്, 14 വലിച്ചു പിടിച്ചപ്പം 14 വരും. കണ്ടോ ഈ 14 എടുക്കാൻ കുറഞ്ഞു പോവരുത്, ഇങ്ങനെ വലിച്ചു പിടിച്ച് നോക്കണം. 14 പ്ലസ് 1 ഇഞ്ച് 15 ഇഞ്ച്. മുകളിലെ താഴത്തെയും കൂടെ തയ്യൽ തുമ്പും കണക്കാക്കിയാണ് 15 ഇഞ്ച് നമ്മൾ ഇറക്കം എടുക്കുന്നത്. അപ്പോൾ ഇറക്കവും എടുത്ത് വണ്ണവും എടുത്ത് ഇനി സ്കെയിൽ വെച്ചങ്ങ് നേരെ വരയ്ക്കാം. ഈ വരയുടെ ഭാഗമാണ് നമുക്ക് നമ്മുടെ കൈക്കുഴിയും മുൻകഴുത്തും പിൻകഴുത്തും. ഇത് ഇറക്ക ഭാഗമാണ് ഇവിടെ എടുക്കുന്നത്. ഇത് മുകളിൽ ഇത് കാരണം അങ്ങനെ വെക്കുമ്പം കൈക്കുഴി വെട്ടുമ്പം നമുക്ക് തുണി ബ്ലൗസാണ് 1 മീറ്റർ തുണിക്കകത്ത് നമ്മൾ കിട്ടാൻ വലിയ പാടാണ്. എല്ലാം ഇത് ക്രോസ് പീസും അതിൻ്റെ പടികളും അല്ല. അതാ ഈ കഴുത്താണ് ഇതേമാതിരി എടുത്ത് വെച്ച് വരച്ചിട്ട് വെട്ടേണ്ടത്. അളവ് ബ്ലൗസ് ഉണ്ടെങ്കിൽ അളവ് കറക്റ്റ് ആണെങ്കിൽ ഇതേമാതിരി എടുത്ത് വെച്ച് അളവ് ബ്ലൗസ് എടുത്ത് വെച്ച് വെട്ടതാണ്ട്. വണ്ണം അടിഭാഗത്തെ ബാക്കിലെ വണ്ണമാണ് ഈ അടയാളം ചെയ്യുന്നത്. അതിനുശേഷം എന്താ കഴുത്ത് ഞാൻ അടയാളം ചെയ്യുക. കണ്ട കഴുത്ത് കറക്റ്റ് എടുത്ത് ഷോൾഡറാണ് എടുക്കുന്നത്. കണ്ട ഷോൾഡറല്ല, കഴുത്തിൻ്റെ അകലം. ഇനി ബാക്കിൻ്റെ കഴുത്ത് ഇതേമാതിരി എടുത്ത് വെച്ച ശേഷം മുകളിൽ 1/2 ഇഞ്ച് വിട്ടതിന് ശേഷം വേണം കഴുത്ത് കറക്റ്റായിട്ട് വെക്കാൻ. മുൻകഴുത്തൊക്കെ അങ്ങോട്ട് നീക്കി വെച്ചതിന് ശേഷം ഞാൻ കഴുത്ത് മാർക്ക് ചെയ്യുവാണ്. പിന്നെ ബ്ലൗസ് തമ്മിൽ ഒന്ന് പിൻ ചെയ്ത് വെച്ചാലും ഇങ്ങനെ ഓടിപ്പോത്തില്ല. ഞാൻ പിൻ ചെയ്യാതെ ഇങ്ങനെ അങ്ങോട്ട് അതാ കയ്യിൽ നിൽക്കാതെ പോകുന്നത്. കണ്ട 1/2 ഇഞ്ച് മുകളിൽ എടുത്തതിന് ശേഷം കഴുത്ത് ഇങ്ങനെ റൗണ്ട് ചെയ്തെടുക്കുക. മുകളിലും 1/2 ഇഞ്ച് ബാക്ക് താഴെയും മുകളിലും പിന്നെ 1/2 ഇഞ്ച് വീതം തയ്യൽ തുമ്പ് ഇട്ടിട്ടുണ്ട്. വേണ്ട ഇനി നമുക്ക് കഴുത്തകലം എടുത്ത് ഒരു ശകലം തയ്യൽ തുമ്പ് ഇട്ടതിന് ശേഷം അപ്പുറത്തോ ഷോൾഡർ അല്ലെങ്കിൽ തോളിൻ്റെ വീതി തയ്യൽ തുമ്പിട്ടതിന് ശേഷം വേണം എടുക്കാൻ. ഇവിടെയും തയ്യൽ തുമ്പിട്ട് അവിടെ അധികം ഇട്ടിട്ടുണ്ട്. ഇനി കൈക്കുഴിയുടെ ഭാഗത്ത് ഇങ്ങനെ എടുത്ത് വെച്ചതിന് ശേഷം കൈക്കുഴി നമ്മുടെ ഒരു വിരൽ വെച്ച് ഇങ്ങനെ വേണ്ട ആ ഭാഗത്താണ് നമുക്ക് കൈക്കുഴിയുടെ അടയാളം വരുന്നത്, ആ ഭാഗം. എന്നിട്ട് കൈക്കുഴി വരയ്ക്കേണ്ടത് കണ്ട ഈ കൈക്കുഴി അങ്ങനെ വെച്ചതിന് ശേഷം ഓരോ വിരൽ വെച്ചിട്ട് ഓരോ അടയാളം കൊടുക്കണം. നമ്മുടെ ഇടത്തെ കൈയിൻ്റെ വിരൽ വെച്ചിട്ട് എന്നിട്ട് വലത്തെ കയ്യിൽ ചോക്ക് വെച്ച് ഒന്ന് മാർക്ക് ചെയ്യണം ആ ഭാഗം. കണ്ട ഇതേമാതിരി കൈക്കുഴി അടയാളം ചെയ്യുക. ഇത് കിട്ടുന്ന ഇതാണ് കൈക്കുഴിയാണ് നമുക്ക് യഥാർത്ഥ കൈക്കുഴി. അളവ് ബ്ലൗസ് കറക്റ്റ് ആണെങ്കിൽ ഇത് കറക്റ്റായിരിക്കും. 8 ഇഞ്ച് ബാക്ക് കഴുത്ത്, 2.5 ഇഞ്ച് 2.25 ഇഞ്ച് കഴുത്തകലം, 3 ഇഞ്ച് തോളിൻ്റെ വീതി, കൈക്കുഴി 6.5 6.25 6.5 ഉണ്ട്. കാരണം എന്തെന്ന് വെച്ചാൽ 4 ഇഞ്ച് ഇവിടെ പോവും. അന്നേരം 5.25 6 ഇഞ്ചുണ്ട്, 4 ഇഞ്ച് 1/2 ഇഞ്ച് അതൊക്കെ അവരത് ഒരുപാട് എടുക്കരുത്. 4 ഇഞ്ച് അല്ലെങ്കിൽ 1/2 ഇഞ്ച് ഇവിടെ ഒന്ന് ചരിവ് കൊടുക്കണം, സ്ലോപ്പ്. അതിനുശേഷം ഇവിടെ നമ്മൾ ഒരു യഥാർത്ഥ വണ്ണത്തിൽ നിന്നും പിന്നെ 1 ഇഞ്ചും കൂടെ ഞാൻ കൂട്ടിയെടുക്കുന്നത് എന്തിനാണെന്നറിയാമോ? അവിടെ ഡാർട്ട് അടിഭാഗത്ത് ഡാർട്ട് വരും. ആ ഡാർട്ടിനും കൂടെ വരച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ തയ്യൽ തുമ്പും അതുകൊണ്ട് ഇവിടുത്തെ ഈ ഡാർട്ട് അടിഭാഗത്തെ ഡാർട്ടാണ് വരച്ചത്. അവിടെ അധികം ഇട്ട് കൊടുക്കുക. അത് വേണ്ട, അത് യഥാർത്ഥ വണ്ണം പിന്നെ തയ്യൽ തുമ്പും. ഇനി നമുക്ക് യഥാർത്ഥത്തിലുള്ള തയ്യൽ തുമ്പ് 1.5 ഇഞ്ച്. അങ്ങനെ മൊത്തത്തിൽ 3 വര ഇട്ടിട്ടുണ്ട്. ഒന്ന് യഥാർത്ഥത്തിലെ വണ്ണം, പിന്നെ നമ്മൾ വണ്ണം പിടിക്കുമ്പോൾ ശരിയായിക്കോളൂ അത്. ഇനി നമുക്ക് കട്ട് ചെയ്യാം. വേണ്ട ആദ്യമേ ബാക്ക് കഴുത്ത് മുതൽ ഇങ്ങനെ വെട്ടി പോയി പിന്നെ ഷോൾഡറിൽ നിന്ന് വന്ന് കൈക്കുഴിയിൽ നിന്നും വന്ന് മൊത്തത്തിൽ കട്ട് ചെയ്ത് തീർക്കാം. ആ വരെ 3ാമത്തെ വരയിൽ കൂടാണ് വെട്ടിയത്. ഇനി ഇവിടെ നിന്ന് നോച്ചിട്ട് കൊടുത്താൽ ഇതാണ് കൈക്കുഴിയുടെ വണ്ണം, യഥാർത്ഥ വണ്ണം നമ്മുടെ 9.5 ഇഞ്ച് മടക്കിയിട്ടതിന് ശേഷം ഇവിടെ നമ്മുടെ വണ്ണമാണ് അടിഭാഗത്തെ വണ്ണവും. ഇനി നമുക്ക് ഇത് വെച്ച് വേണം ഫ്രണ്ട് പീസ് വെട്ടാൻ. ഇപ്പം എന്താണ്ട് വക്ക് ഭാഗം തന്നെ കിട്ടിയേ, നമ്മുടെ ബാക്ക് കിട്ടി, കൈ കിട്ടി, പിന്നെ ഇനി ഫ്രണ്ട് പീസും കൂടെ കിട്ടുക. വണ്ണത്തിൽ തന്നെ ഇത് കിട്ടുവാണ്. ഇത് കുറുക്കിനല്ല, നേരെയാണ്. ഇതിങ്ങനെയാണ് ബ്ലൗസിന് സാധാരണ എടുക്കേണ്ടത്. ബ്ലൗസ് എടുക്കേണ്ട രീതി ബാക്ക് പീസ് എടുത്തതിന് ശേഷം 1.5 ഇഞ്ച് അധികം ലൂസ് ഇട്ട് കൊടുക്കുക. 1.5 ഇഞ്ച് എടുത്തതിന് ശേഷം അധികം ഇട്ട് കൊടുക്കുക. വേണ്ട എന്നിട്ട് നമ്മൾ ഹൂക്ക് വെക്കുന്ന ഭാഗത്ത് ഒരു 4 ഇഞ്ച് അധികം ഇടണം. നമ്മൾ ഹൂക്ക് സ്റ്റാൻഡും വെക്കുന്നത് കൊണ്ട് കഴുത്തിൻ്റെ ഭാഗത്ത് ഒരു 4 ഇഞ്ച് അടയാളം ചെയ്തതിന് ശേഷം ഇവിടെ ആ മേൽഭാഗം നമുക്ക് കിട്ടിയത് കണ്ട കൈക്കുഴിയുടെ ഭാഗമൊക്കെ അത് ഇങ്ങനെ കിട്ടുമ്പം പടി തയ്ക്കാനും ക്രോസ് പീസൊക്കെ നല്ല ഉണക്ക് തുണി കിട്ടും. ഇങ്ങനെ എടുത്തതിന് ശേഷം കഴുത്തൊക്കെ വരയ്ക്കാം.
നമുക്ക് വണ്ണത്തിൽ നിന്നും 1.5 ഇഞ്ച് ഈ ബാക്കിൽ നിന്നും ഫ്രണ്ടിലേക്ക് 1.5 ഇഞ്ച് അധികം എടുക്കണം. ഡാർട്ട് പിടിക്കാനുള്ളതാണ് 1.5 ഇഞ്ച് ആണ്. ഇനി നമുക്ക് കഴുത്ത് വരയ്ക്കാം. കഴുത്ത് കറക്റ്റ് കഴുത്ത് വേണമെങ്കിൽ ഇതേമാതിരിയാണ് കഴുത്ത് വരയ്ക്കേണ്ടത്. ഈ കഴുത്ത് മുകളിലോട്ട് 1/2 ഇഞ്ച് പോയതിന് ശേഷം ഇങ്ങനെ അങ്ങോട്ട് വരച്ചു കൊടുക്കാം. ഇത് കഴുത്തിന് ബാക്കിനാണ് ഇറക്കം കൂടുതൽ, ഫ്രണ്ടിന് 6 ഇഞ്ചേ ഉള്ളൂ. നമുക്ക് കൈക്കുഴിയൊക്കെ ഈ ബാക്കിൻ്റെ അടയാളം വെച്ച് കൈക്കുഴിയൊക്കെ വരച്ചെടുക്കാം. ആണ്ടേ ഇനി കൈക്കുഴിയാണ് വരയ്ക്കുന്നത്. നേരെ എടുത്തിട്ടതിന് ശേഷം സാധാരണ കിട്ടുവാണെങ്കിൽ നമ്മൾ 15 ഇഞ്ച് എടുത്ത് 15 നിന്ന് ഫ്രണ്ട് പീസിലേക്ക് ഒരു 16 ഇഞ്ച് എടുക്കുക. 1 ഇഞ്ച് കൂട്ടിയെടുക്കുക. 1 ഇഞ്ച് കൂട്ടിയെടുത്തിട്ട് ദാണ്ട കൈക്കുഴിയും കുഴിച്ച് വെട്ടിയിട്ടുണ്ട്, വരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രണ്ടിൽ കട്ടിങ്ങിൻ്റെ ഭാഗം 12.5 ഇഞ്ചാണ് ഞാൻ എടുക്കുന്നത്. പന്ത്രണ്ടര ഇഞ്ച് എടുത്തതിന് ശേഷം നേരെ അങ്ങ് വെട്ടുക. അതിന് ശേഷം 3 ഇഞ്ച് എടുക്കും. അല്ല, ഇവിടെ 1 1.5 എടുക്കുക. ഞാൻ 1 ഇഞ്ച് എടുത്തതിന് ശേഷം പിന്നെ ഞാൻ ഒരു 1/2 ഇഞ്ചും കൂടെ കയറ്റിയിട്ടിട്ടുണ്ട്. അവിടെ ഇച്ചിരി വലുതായിട്ട് വന്നിട്ടുണ്ട്. അളവ് ബ്ലൗസിനെക്കാട്ടിയും ഒരു കുറവാണ് ഇപ്പോൾ എടുത്തത് 1 ഇഞ്ച്. അന്നേരം വലിയ ഫ്രണ്ട് ഭാഗം ഒരുപാട് ഇത് കിടക്കും. അതുകൊണ്ട് ദാണ്ട ഇവിടെ മേളിൽ ഒരു 1/2 ഇഞ്ച് കൂടെ കൂട്ടിയെടുത്ത് അത് ഞാൻ കാണിക്കാം. കൂട്ടിയതാണ്ട അപ്പോൾ കൂട്ടിയെടുത്തിട്ടുണ്ട്. നമ്മൾ വെട്ടുന്നതിന് മുന്നേ ഇതൊക്കെ ഒന്നും കൂടെ നോക്കിയതിന് ശേഷം, അളവ് ബ്ലൗസ് ഒന്നും കൂടെ നോക്കിയതിന് ശേഷം ഒക്കെ ഡാർട്ട് പിടിക്കുമ്പം ഇങ്ങനെ നോക്കിയാൽ നമുക്ക് കറക്റ്റ് അളവിന് കിട്ടും. ഇനി കഴുത്ത് വെട്ടിക്കൊടുക്കാം. ഫ്രണ്ടിലെ കഴുത്ത് ഷോൾഡറിന് ഒന്ന് ചരിവ് കൊടുത്തിട്ടില്ലായിരുന്നു, ഒന്ന് ചരിവും കൊടുക്കാം. കൈക്കുഴിയൊക്കെ എടുത്ത് വരച്ചിട്ടുണ്ട്. ആ വരച്ചതിൽ നിന്ന് അങ്ങനെ അങ്ങ് വെട്ടിക്കൊടുക്കുക. ഇനി നമുക്ക് കട്ടിങ് അല്ലെങ്കിൽ ബാൻഡിൻ്റെ ഭാഗം ഫ്രണ്ടിലെ പീസ് അങ്ങ് കട്ട് ചെയ്ത് മാറ്റാം. ഇത് വെച്ചാണ് ഇനി നമ്മുടെ യഥാർത്ഥ ബ്ലൗസ് പീസ് വെട്ടേണ്ടത്. ഓപ്പൺ ആക്കി ഇനി നമുക്ക് കട്ടിങ് വെട്ടണം. നീളത്തിലുള്ള ബാക്ക് പീസിന് നീളത്തിലുള്ള ഹൂക്ക് ഇത് വെക്കത്തില്ലേ, പടി വെക്കത്തില്ലേ, ആ ബാൻഡ് വെട്ടുവാണ്. 1.5 ഇഞ്ച്. ഇവിടെ വക്ക് ഭാഗം ഉണ്ടായതുകൊണ്ട് മടക്കി തയ്ക്കണ്ട. അതുകൊണ്ട് നേരെ നീളത്തിൽ എടുത്തതിന് ശേഷം ഞാൻ കട്ടിങ് വെട്ടുന്നത്. ഇത് നീളത്തിൽ വെട്ടി. ഇനി നമുക്ക് ഇതിൻ്റെ ബ്ലൗസ് പീസിന് കട്ടിങ് അല്ലെങ്കിൽ ബാൻഡ് ഫ്രണ്ടിലെ ഓരോരോ പീസായിട്ട് വെട്ടുമ്പോൾ നമുക്ക് പല ഇതിലും കിട്ടുന്നതാണ്ട. ഇത് കണ്ട 12.5 ഇഞ്ചുണ്ട് ഫ്രണ്ട് പീസ്. നമുക്ക് 16 മൊത്തത്തിൽ നമുക്ക് വേണ്ടുന്നത് 15ആണ്. 16 ഇഞ്ച് 1 ഇഞ്ച് കൂടെ കൂട്ടിയതാണ്. ഇതേമാതിരി അങ്ങ് എടുത്തിട്ട് ആ ഫ്രണ്ട് വെട്ടിയ ചരിവുണ്ടല്ലോ 12.5 ആ ഭാഗത്ത് ഇവിടെ വെച്ചിട്ട് കുറച്ച് കൊടുത്താൽ മതി. നമ്മൾ ഡാർട്ട് പിടിക്കുമ്പോൾ അവിടെ അങ്ങ് കുറയും. അപ്പോൾ കട്ടിങ് അത്രയും കുറച്ച് മതി. ഇനി ഈ ഭാഗം വെച്ച് വരച്ച് ഇങ്ങനെ വെട്ടിയാൽ മതി. അപ്പോൾ 15 എടുക്കുന്ന 1 ഇഞ്ച് കൂട്ടി ഫ്രണ്ടിലേക്ക് 16 എടുക്കുക. ഇനി നേരെ വരച്ചതിന് ശേഷം വെട്ടാം. അവിടെ ഞാൻ കുറച്ചിട്ടുണ്ട് 1.5 ഇഞ്ച്. ഇതാണ്ട കണ്ട നമ്മുടെ ഇപ്പം കണ്ട മനസ്സിലായോ? ഇനി ഇതേമാതിരി ഒരു പീസും കൂടെ നമുക്ക് വെട്ടിയെടുക്കണം. അതിന് ശേഷം നമുക്ക് ബ്ലൗസ് പീസിൽ നിന്ന് നമ്മളെ ഇത് ലൈനിങ് അല്ലേ, ഇനി അല്ലാതെ 2 പീസ് എടുക്കും, വേറെ 2 പീസും എടുക്കണം. വേണ്ട, ഇത് തിരിച്ചിട്ട് ഇതാണ്ട ഇങ്ങനെ എടുക്കണം. ഒരു പീസ് വെട്ടിക്കഴിഞ്ഞാൽ ഒരു പീസ് ഇതേമാതിരി വെച്ച് അങ്ങ് വെട്ടി മാറ്റാം. നമുക്ക് ക്രോസ് പീസ് വെട്ടണം. ഇതും കൂടെ വെട്ടിയെടുക്കുക. ക്രോസ് പീസ് വേണം ഹൂക്കിന് വെക്കാനുള്ള പടി. 1.25 ഇഞ്ച് ഇത് വെക്കണം. ക്രോസ് പീസ് വെട്ടണം. ചരിവുള്ള ഭാഗം വേണം, നേരെയുള്ള ഭാഗം എടുക്കരുത്. ഇതിപ്പോൾ കഴുത്തിൻ്റെ ഭാഗവും കൈക്കുഴിയുടെ ഭാഗവും ഒക്കെ കിട്ടിയതാണ്. ഇതിനാണ് ഇങ്ങനെ ഞാൻ ഓരോരോ പീസ് വെട്ടിയെടുക്കുന്നത്. കൈ ആദ്യം വെട്ടി, ബാക്ക് വെട്ടി, പിന്നെ ഫ്രണ്ട് വെട്ടി. അപ്പോൾ നമുക്ക് വക്ക് ഭാഗവും കിട്ടി. ഇത്രയും തുണി ഇത് നല്ല നീളത്തിൽ കിട്ടുകയും ചെയ്ത് ക്രോസ് പീസിനും. ഇനി നമുക്കൊരു ഹൂക്ക് വെക്കാനുള്ള ഒരു പടിയും കൂടെ വേണം. കട്ടിങ് കിട്ടി. ഇത്
ഹൂക്ക് വെക്കാനുള്ള പടിയാണ്, 1.5 ഇഞ്ച് പടി. ഇനി നമുക്ക് സാരി ബ്ലൗസ് വെട്ടാം. ലൈനിങ് വെട്ടി തീർന്ന് ഈ തുണിയാണ് ആദ്യം ഞാൻ സ്ലീവാണ് വെട്ടുന്നത്. കൈ ഈ ബോർഡർ ഭാഗമാണ് നമുക്ക് കൈക്ക് അടിഭാഗത്ത് വരണ്ടേ. അപ്പം രണ്ട് കൈ അപ്പുറവും ഇപ്പുറവും ഓപ്പോസിറ്റ് ഭാഗം ഒന്നിച്ചെടുത്ത് വെച്ചത് ഇതേമാതിരി എടുത്തതിന് ശേഷം അപ്പുറത്തെ സൈഡും ബോർഡർ ഉണ്ടല്ലോ, രണ്ടും കൂടെ ഒന്നിച്ച് ഒരേമാതിരി ഇതേമാതിരി മടക്കി മുകളിലും താഴെയായിട്ട് 2 കൈ ഒരേമാതിരി വെച്ചിട്ട് ലൈനിങ്ങിൻ്റെ തുണി എടുത്ത് വെച്ച് അതേമാതിരി നമുക്ക് ഇതേമാതിരി മടക്കി തയ്ക്കേണ്ടതും കൂടെ ചേർത്ത് വെച്ച് അങ്ങ് വെട്ടാം. കണ്ട ഇതേമാതിരി അങ്ങ് കട്ട് ചെയ്യുക. കട്ട് ചെയ്യുന്നു. ഇനി നോച്ചിട്ട് കൊടുക്കാം. അതെടുത്ത് വെച്ചതിന് ശേഷം ഇനി നമുക്ക് ബ്ലൗസ് പീസാണ് വെട്ടുന്നത്. ബ്ലൗസ് പീസ് എടുത്ത് അതിൻ്റെ ബോർഡർ നോക്കിയേ വെട്ടാവൂ. ഇതിൻ്റെ ആ പുള്ളി മുകളിലോട്ടാണ്ടിരിക്കുന്നത് അതേമാതിരി വേണം. പിന്നെ ഇത് ബാക്ക് പീസാണ് വെട്ടുന്നത്. ഇനി ഫ്രണ്ട് പീസ് വെട്ടാനും അതൊക്കെ നോക്കിയാണ് വെട്ടേണ്ടത്. ഇനി നമുക്ക് കഴുത്ത് മൊത്തത്തിൽ കൈക്കുഴിയും എല്ലാം മൊത്തത്തിൽ വെട്ടി മാറ്റാം. അങ്ങനെ അത് വെട്ടി മാറ്റി ഇനി ഫ്രണ്ട് വെട്ടാം. തുണി അതിനനുസരിച്ച് ഓരോ പീസാണെങ്കിൽ ഓരോ പീസ്, 2 പീസാണെങ്കിൽ 2 പീസ് നോക്കിയതിന് ശേഷം വെട്ടാവൂ. തിരിഞ്ഞും മറിഞ്ഞും പോകരുത്. കാരണം നല്ല വശവും ചീത്ത വശമായിട്ട് ഇതൊക്കെ നല്ല വശവും ചീത്ത വശമായിട്ട് ഒരു പീസ് വെട്ടിയതിന് ശേഷം ആ പീസ് എടുത്ത് വെച്ച ശേഷം മറ്റേത് വെട്ടണം. അല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ ഡിസൈനും കൂടെ നോക്കി വേണം വെട്ടാൻ. അല്ലെങ്കിൽ തിരിഞ്ഞു പോയാൽ ഒന്നും പറ്റത്തില്ല. പിന്നെ നമുക്ക് തുണി വേസ്റ്റായി പോവും. ഇതേമാതിരി ഞാൻ ഓരോരോ പീസാണ് വെട്ടുന്നത്. ഇതേമാതിരി ചോക്ക് വെച്ച് വരച്ചങ്ങ് കൊടുക്കാം. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പിടിച്ച് വെച്ച് വേണമെങ്കിലും വെട്ടാം. ഓരോരോ പീസ് 2 പീസും ഇതേമാതിരി വെട്ടിയെടുക്കണം. ഇതിൻ്റെ മേൽഭാഗത്ത് പീസ് അങ്ങ് മാറ്റിയതിന് ശേഷം നമുക്കിത് വെട്ടിയെടുക്കാം. അതും കട്ട് ചെയ്ത് തീർന്ന് ഇനി അടുത്ത പീസ് വെട്ടു. കണ്ട ഇതേമാതിരി ഇരിക്കണം. ഞാൻ ഒരു പീസ് എടുത്ത് വെച്ചതിന് ശേഷം മറ്റേതും കൂടെ നല്ല വശവും ചീത്തവശവും നോക്കണം. അതിൻ്റെ ഡിസൈൻ നോക്കണം. ആ ഡിസൈൻ അതേമാതിരി വരുന്ന രീതിയിൽ കിട്ടണം. അതേമാതിരി വരുന്ന രീതിയിൽ ഞാൻ വെട്ടിയെടുക്കുകയാണ്. തല തിരിഞ്ഞു പോകരുത്. ഈ പൂവിൻ്റെ ഡിസൈൻ ഫ്രണ്ടിൽ വരേണ്ടതാണ് കഴുത്തിൽ. അപ്പം നല്ല കറക്റ്റായിട്ട് എടുത്തറിയാം ഇത് ഒന്ന് മേളിലോട്ടും ഒന്ന് താഴോട്ടും പോയിരിക്കുന്നത്. അതുകൊണ്ടാണ് തിരിഞ്ഞു പോവാതെ നോക്കി നമ്മൾ വെട്ടുന്ന സമയത്ത് ഇതെല്ലാം നോക്കി വെട്ടണം. അങ്ങനെ ഇതേമാതിരി 2ഉം കൂടെ ഒരേമാതിരി വെട്ടി എടുത്തതിന് ശേഷം ഇനി കട്ടിങ് വെട്ടണം. അതും വെട്ടിയിട്ടുണ്ട്. ഇനി കട്ടിങ് എടുത്ത് വെട്ടാം. ഇതേമാതിരി തന്നെ എടുത്ത് വെച്ച് കട്ടിങ് ലൈന് നോക്കിയതിന് ശേഷം നമ്മൾ ലൈനിങ്ങിലെ തുണി വെട്ടി വെച്ചില്ലേ കട്ടിങ്, അതെടുത്ത് വെച്ച് 2 പീസ് വെട്ടാം. അതും അങ്ങനെ വെട്ടി തീർന്നതാണ്. അപ്പോൾ എല്ലാം വെട്ടി തീർന്ന് ഇനി ഫ്രണ്ട് ഹൂക്ക് വെക്കാനുള്ള പടിയും ഇതിനകത്ത് വെട്ടാം. അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയില്ലേ, വെട്ടാനൊക്കെ പഠിച്ചില്ലേ. ഇനി നമുക്ക് അടുത്ത വീഡിയോ സ്റ്റിച്ചിങ് ആണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും.